ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയിൽ ഉൾപ്പെടാത്തത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ബാക്കിയെല്ലാം എന്താണ്? ഭരണഘടനയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. സമത്വ സാമൂഹിക സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ ആ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ. പിന്നെ അടുത്തത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന അങ്ങക്ക് അങ്ങനെ ആലോചിക്കാം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാനെ കുറിച്ച് ഇപ്പം കുറച്ച് കറണ്ട് അഫയേഴ്സ് നമുക്കുണ്ട്, അതും കൂടി അപ്ഡേറ്റ് ചെയ്യാം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിന്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്കാണ് കേട്ടോ. പിന്നെ മലബാർ കലാപം ഉണ്ടാവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. എക്സ്മാൻ മൂവീസൊക്കെ കാണുന്നതാണ്, നിങ്ങൾക്ക് അത് അങ്ങനെ ആലോചിച്ച് നോക്കാം. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത് സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയെ നിയമിച്ച കേരളീയനാണ് VP മേനോൻ.